വെൽക്കം ടു ഇംഗ്ലീഷ് ലിറ്ററേച്ചർ. അമേരിക്കൻ ഷോർട്ട് സ്റ്റോറി റൈറ്ററും നോവലിസ്റ്റുമായിട്ടുള്ള സെറ ഓൺ ജുവറ്റിന്റെ എ വൈറ്റ് ഹെറോൺ എന്ന ഷോർട്ട് സ്റ്റോറിയാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ വിത്തൗട്ട് എനി ഡിലേ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ. സെറ ഓൺ ജുവറ്റിന്റെ എ വൈറ്റ് ഹെറോൺ എന്ന ചെറുകഥ നാച്ചുറൽ, സെൽഫ് ഡിസ്കവറി, കോൺഫ്ലിക്ട് ബിറ്റ്വീൻ മെറ്റീരിയലിസം ആൻഡ് ഡീപ് കണക്ഷൻ വിത്ത് നാച്ചർ എന്നീ തീമുകളെ എക്സ്പ്ലോർ ചെയ്യുന്ന ഒരു ഷോർട്ട് സ്റ്റോറിയാണ്. മുത്തശ്ശി മിസിസ് ടില്ലിയുടെ കൂടെ ഗ്രാമപ്രദേശത്ത് താമസിക്കുന്ന സിൽവിയ എന്ന 9 വയസ്സുകാരിയുടെ കഥയാണിത്. ഒരു കാലത്ത് സിറ്റി ലൈഫ് നയിച്ചിരുന്ന സിൽവിയ ഇപ്പോൾ ശാന്തമായ ഗ്രാമീണ ജീവിതത്തെയും പ്രകൃതിയെയും സ്നേഹിക്കുവാൻ തുടങ്ങിയിരിക്കുന്നു. കാട്ടിലൂടെയുള്ള യാത്രകൾ ആസ്വദിക്കുകയും മൃഗങ്ങളും പക്ഷികളുമായി ഒരു ആത്മബന്ധം വളർത്തിയെടുക്കുവാൻ അവൾക്ക് സാധിച്ചിരിക്കുന്നു. അങ്ങനെയിരിക്കെ ഒരു ദിവസം കാട്ടിൽ വെച്ച് ഒരു യങ് ഹണ്ടറെ അവൾ കണ്ടുമുട്ടുകയാണ്. ഒരു രാത്രി തങ്ങുവാൻ അവളുടെ വീട്ടിലോട്ട് വരികയാണ് പിന്നീട് ഈ വേട്ടക്കാരൻ. അപൂർവം പക്ഷികളെ വെടിവെച്ച് ശേഖരിക്കുന്ന ഒരു ഓന്തോളജിസ്റ്റ് അഥവാ പക്ഷി ശാസ്ത്രജ്ഞനായിരുന്നു ഇദ്ദേഹം. താൻ ഒരു വെളുത്ത അപൂർവ ഇനം ഹെറോനെ തിരയുകയാണെന്നും അതിനെ കണ്ടുപിടിച്ച് തന്റെ കളക്ഷനിൽ ചേർക്കണം എന്നുള്ള ആഗ്രഹത്തെ അദ്ദേഹം ഇവരോട് പറയുകയാണ്. അതുമാത്രമല്ല, അതിനോടൊപ്പം തന്നെ ഹെറോനെ കണ്ടുപിടിക്കാൻ ഇയാളെ സഹായിക്കുന്നവർക്ക് $10 പാരിതോഷികമായി അദ്ദേഹം പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു. ഒരു സാധാരണ ജീവിതം നയിക്കുന്ന സിൽവിയക്കും മുത്തശ്ശിക്കും ഇതൊരു വലിയ തുകയായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ പണം പ്രതീക്ഷിച്ച് സിൽവിയയോട് ഇയാളെ സഹായിക്കുവാൻ മുത്തശ്ശി പറയുന്നുമുണ്ട്. അങ്ങനെ ഈ ഹണ്ടറിന്റെ കൂടെ സമയം ചിലവഴിച്ചും സംസാരിച്ചും സിൽവിയയ്ക്ക് ഇയാളോട് ഒരു താല്പര്യം തോന്നി തുടങ്ങുകയാണ്. ഈ വെള്ള ഹെറോനെ എവിടെ കാണാം എന്നുള്ളത് ഇവൾക്ക് വ്യക്തമായിട്ട് അറിയാമായിരുന്നു. എങ്കിലും അവൾ അതിനെക്കുറിച്ച് അവനോട് പറഞ്ഞില്ല. കാരണം എന്തായിരുന്നു? ഈ പക്ഷികളെയും മൃഗങ്ങളെയും അവൾ അതിനു മാത്രം സ്നേഹിച്ചിരുന്നു. അങ്ങനെ ഇരിക്കെ പിറ്റേ ദിവസം ഹെറോന്റെ കൂട് കണ്ടെത്തുവാനും വേണ്ടിയിട്ട് അവൾ അതിരാവിലെ എണീറ്റ് കാട്ടിലെ ഏറ്റവും ഉയരമുള്ള പൈൻമരത്തിൽ കയറുകയാണ്. പൈൻമരത്തിലെ കയറ്റം ബുദ്ധിമുട്ടേറിയതായിരുന്നു. എങ്കിലും ദൃഢനിശ്ചയം കൈവിടാതെ മുകളിൽ എത്തുകയാണ് സിൽവിയ. അവിടെ വെച്ച് ഭൂമിയുടെ മനോഹാരിത അവൾ അവളുടെ കണ്ണുകളിൽ കണ്ടു. അതിനോടൊപ്പം തന്നെ വെള്ളത്തിനരികിൽ മനോഹരമായി നിൽക്കുന്ന വെള്ള ഹെറോണിനെയും അവൾക്ക് കാണാൻ സാധിച്ചു. അങ്ങനെ വീട്ടിലെത്തിയ സിൽവിയ ഹെറോണിനെ കണ്ട വിവരം ഹണ്ടറിനോട് പറഞ്ഞതില്ല. പണത്തിനോട് ആഗ്രഹം, അവനോട് താല്പര്യം ഉണ്ടായിട്ട് പോലും അവൾ മൗനം പാലിക്കുകയാണ് ചെയ്തത്. കാരണം ഇതിനെല്ലാം ഉപരി പ്രകൃതിയെയും സഹജീവികളെയും അവൾ സ്നേഹിച്ചിരുന്നു. അങ്ങനെ കഥയുടെ അവസാനം പ്രതീക്ഷകളെല്ലാം നഷ്ടപ്പെട്ട് നിരാശയോടെ അവിടുന്ന് യാത്രയാവുകയാണ് ഹണ്ടർ. സോ ഈ കഥയിൽ നിന്ന് നമുക്ക് എന്തു മനസ്സിലാക്കാം? പ്രതിഫലങ്ങൾക്കും അപ്പുറം പ്രകൃതിയെയും സഹജീവികളെയും സ്നേഹിക്കുന്ന ഒരു ക്യാരക്ടറാണ് സിൽവിയയുടേത്. അതുപോലെ പ്രതിഫലം നേടാനുള്ള അവസരം നഷ്ടമാക്കി ഇവിടെ സെൽഫ് റെസ്പെക്റ്റും മോറൽ ക്ലാരിറ്റിയും നേടുകയാണ് സിൽവിയ. സോ ഇനി നമുക്ക് ഇതിലെ മെയിൻ തീംസ് എന്തൊക്കെയെന്ന് നോക്കാം. ഫസ്റ്റ് വരുന്നതാണ് നാച്ചുറൽ വേഴ്സസ് മെറ്റീരിയലിസം, സെക്കൻഡ് ആണ് ഇന്നസെൻസ് ആൻഡ് ഗ്രോത്ത്, ആൻഡ് തേർഡ് വൺ ഈസ് മാൻ ആൻഡ് നാച്ചർ. സോ ഇതൊക്കെയാണ് ഇതിലെ ഇമ്പോർട്ടന്റ് തീംസ് ആയിട്ട് വരുന്നത്. ഈ വീഡിയോയുടെ കൂടെ ഞാൻ ഇതിലെ റിട്ടൺ അനാലിസിസും ആഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. സോ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാനുള്ള സമയമായിട്ടുണ്ട്. ഇഫ് യു ലൈക്ക് മൈ വീഡിയോസ് പ്ലീസ് കൺസിഡർ സപ്പോർട്ടിംഗ് ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്.